അങ്ങനെ അവസാനം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഒരു കളി ജയിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ നമ്മൾ ബാംഗ്ലൂർ FCയെ ആണ് തോൽപ്പിച്ചത്. അത് അവരുടെ മൈതാനത്ത് പോയിട്ടാണ് തോൽപ്പിച്ചത്. അത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ 10-11 സീസണുകളായിട്ട് ഒരു തവണ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ FCയെ ഓരോ ഗ്രൗണ്ടിൽ പോയി തോൽപ്പിക്കുന്നത്. അതിപ്പോ ഈ തവണയാണ് ഇത്രയും മോശം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇനി മത്സരത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3 ഗോൾ അടിച്ചതും ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. സ്വന്തം പോസ്റ്റിലേക്കും ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഗോള്. പക്ഷെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സുനിൽ ഛേത്രി വന്ന് ഗോൾ എടുക്കും. അത്തരത്തിലുള്ള ഒരു ചാൻസ് ആയിരുന്നു. അത് പുള്ളിക്കാരൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ തിരിച്ചെടുക്കുന്നത്. ഒന്ന് ബർത്തോമിയോ, ഒന്ന് ഫ്രാഞ്ചോ, നമ്മുടെ പുതിയ പ്ലെയർ. പുള്ളിക്കാരന്റെ ഡെബ്യൂ മത്സരത്തിൽ തന്നെ ഗോൾ എടുക്കാൻ സാധിച്ചു. ആ ഒരു ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ നടയിലൂടെയുള്ള ഒരു ഗോൾ, നട്മക് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ആദ്യമായിട്ടാണ് കേരളം ജയിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ ജയം. ഇതോട് കൂടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം 4 പോയിന്റാണ് നിലവിൽ ഇല്ലത്. നമ്മളെ ടേബിളിൽ നോക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് 13ാം സ്ഥാനത്താണ് ഇല്ലത്. ബ്ലാസ്റ്റേഴ്സിന് ഇല്ലത് 4 പോയിന്റ്. പിന്നെ 12ാം സ്ഥാനത്തിൽ ചെന്നൈക്ക് 5 പോയിന്റാണ്. ചെന്നൈ, ഒഡീഷ 5 പോയിന്റാണ്. അപ്പോൾ ഒരു മത്സരങ്ങളിൽ പോയിന്റ് കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ കുറച്ചും പാടും അഡ്വാൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഏതായാലും ബംഗളൂരുവിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടി ആണ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾക്കെതിരെ അവര് ജയിക്കില്ല എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ ഇനി വരും മത്സരങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഫോം ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വാർത്തയാണ്. ഇനി വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കോണ്ടൻസ് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.